കുട്ടികളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് തിരുസഭയോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമ ശൃംഖല ഒരുക്കുക. പല മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ തലമുറയിലേക്ക്, ചെറിയ കുട്ടികളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു ചെറിയ പുസ്തകം കൊണ്ടോ ഒരു യുകാറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ബുക്ക് കൊണ്ടോ ഒന്നും പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഈശോ എന്നാണ് ഓർമ്മ വെച്ച നാൾ മുതലേ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഈശോയെ ജോയ്സിനെ പഠിപ്പിക്കാൻ ജോയ്സിൻ്റെ മമ്മിയുണ്ട്, അജിലിനെ പഠിപ്പിക്കാൻ അജിലിൻ്റെ മമ്മിയുണ്ട്, എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ കുഞ്ഞീശോയെ എനിക്കൊന്ന് ഈശോൻ്റെ അമ്മയെ കടം തരും. അന്ന് ഞാൻ ഈശോയ്ക്ക് കൊടുത്ത വാക്കാണ് ലോകം മുഴുവൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കും എന്നുള്ളത്. പ്രാർത്ഥന ഒരു വലിയ ലഹരിയായിരുന്നു എൻ്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയത്. അപ്പോഴൊക്കെ ഞാൻ വലിയ സങ്കടം പറയും, ഈശോയെ ആർക്കും എന്നെ വേണ്ട, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈശോയോട് അടങ്ങാത്ത സ്നേഹം ഉണ്ടായിരുന്നു. പരിശുദ്ധ കുർബാനയോട് എനിക്ക് പറഞ്ഞു തീർക്കാനാവാത്തത്രയും ഒരു വല്ലാത്തൊരു സ്നേഹം ഈശോയോട് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ 17 വയസ്സുകാരുള്ള ഞാൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ കൂടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു, പരിശുദ്ധ അമ്മയാണ് കൊച്ചിനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഈശോ തന്നതാണ്. ഈശോ തന്നതല്ലാതെ, പരിശുദ്ധ കുർബാന തന്നതല്ലാതെ, പരിശുദ്ധ ജപമാല തന്നതല്ലാതെ ഒന്നും എൻ്റെ അടുത്തില്ല. കാനഡയിൽ 75 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള തൻ്റെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിത്വം. ലോകത്തിൻ്റെ മുന്നിൽ ഭോഷത്വമെന്ന് കരുതുന്ന ഈ ഒരു കാര്യം ഇന്ന് സാന്തോ മിഷൻ എന്ന തൻ്റെ പ്രവർത്തന മേഖലയിലൂടെ ലോകം മുഴുവൻ സുവിശേഷം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ ജോൺ ജോഫിനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം ബ്രദർ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ജോലിയും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നൊരു വളരെ ഒരു ആഗ്രഹത്തോടു കൂടി ഒരു പ്രസ്ഥാനം, സാൻഡോ മിഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങി അതിലൂടെ ലോകം മുഴുവൻ ഈശോയെ എത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രവർത്തനത്തിലാണ് ബ്രദർ ഇപ്പോൾ. എന്താണ് ശരിക്കും ഈ ഒരു സാൻഡോ മിഷൻ എന്നുള്ളത്? സാൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം ഹോളി എന്നാണ്. സാൻഡോ ഒരു സ്പാനിഷ് വാക്കാണ്. സാൻഡോ മിഷനിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മോഡേൺ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ മീഡിയയും ടെക്നോളജിയെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനുള്ളൊരു ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു മീഡിയ നെറ്റ്വർക്ക് അല്ല സാൻഡോ മിഷൻ. ഒരുപാടധികം മീഡിയകളെ, കാത്തലിക് മീഡിയകളെയും മിനിസ്ട്രികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ സുവിശേഷം ലോകം മുഴുവൻ പലവിധ ഭാഷകളിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഒരു മാധ്യമമാണ് അല്ലെങ്കിൽ ഒരു അവസരമാണ് സാൻഡോ മിഷനിലൂടെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും സാൻഡോ കാത്തലിക് മിഷനിലൂടെ 2 പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് സാൻഡോ കാത്തലിക് ആപ്പ്, 2 സാൻഡോ കിഡ്സ് എന്ന പേരിൽ കുട്ടികൾക്കായിട്ടുള്ളൊരു വേദപാഠ ആപ്പ്. അപ്പോൾ അതിൽ സാൻഡോ കാത്തലിക് ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന ആപ്പാണ്. ഇപ്പോൾ നിലവിൽ 10 ഭാഷകളിൽ അനുദിന പ്രാർത്ഥനകൾ ഉൾപ്പെടുന്ന ഒരു പ്രാർത്ഥന മഞ്ജരി, ഒരു ഡിജിറ്റൽ പ്രാർത്ഥന മഞ്ജരിയാണ് സാൻഡോ കാത്തലിക് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഓരോ ദിവസത്തെ പ്രാർത്ഥനകളുണ്ട്, അതുകൂടാതെ ബൈബിളുണ്ട്, ഭക്തിഗാനങ്ങളുണ്ട്, അതുപോലെ തന്നെ മെഡിറ്റേഷൻസ്, പോഡ്കാസ്റ്റുകളടക്കം ഒത്തിരിയധികം പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു കാത്തലിക് പ്രെയർ ആപ്പാണ് അല്ലെങ്കിൽ ഒരു കാത്തലിക് ആപ്പാണ്, ഒരു സമ്പൂർണ്ണ കാത്തലിക് ആപ്പാണ് സാൻഡോ കാത്തലിക് ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നിലവിൽ 10 ഭാഷകളാണ്, മലയാളം അടക്കം 10 ഭാഷകളാണ് നമ്മൾ നിലവിൽ ഫോക്കസ് ചെയ്യുന്നത്. ഉടനെ തന്നെ മിക്കവാറും ഒക്ടോബർ മാസം മുതൽ നമ്മൾ കൂടുതൽ ഭാഷകൾ ഇനിയും ആഡ് ചെയ്യുകയാണ്. ഏകദേശം 2025 50-ലധികം ഭാഷകളിലേക്ക് പങ്കുവയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് സാൻഡോ മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ്. അതാണ്. രണ്ടാമത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സാൻഡോ കിഡ്സ് എന്ന പേരിൽ കുട്ടികൾക്കുള്ളൊരു വേദപാഠ ആപ്പാണ്. അത് കുട്ടികളുടെ വേദപാഠം എന്ന് പറയുന്നത് കുറേ കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം, ഒരു കംപ്ലീറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിൽ വരുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് മീഡിയയുടെയും ടെക്നോളജിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിലേക്ക് എങ്ങനെ വിശ്വാസത്തെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് സാൻഡോ കിഡ്സിലൂടെ ഞങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊരു ശ്രമം നടത്തുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാനൊരു കത്തോലിക്ക വേദപാഠ അധ്യാപകനായിരുന്നു 7 വർഷത്തോളം. എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ. ചെറിയ കുട്ടികളിലേക്ക് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് വലിയൊരു കൊതിയായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് തന്നെയും ഇപ്പോൾ 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഒരാൾ 3 വയസ്സും ഒരാൾ 12 വയസ്സും. അപ്പോൾ ഈ കുട്ടികളിലേക്ക് ഈശോയെ എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വിശ്വാസത്തെ എങ്ങനെ പകർന്നു വയ്ക്കാനായിട്ട് സാധിക്കും എന്നൊരു ചിന്തയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സാൻഡോ മിഷൻ തുടങ്ങി വയ്ക്കാനുള്ള ഏറ്റവും പ്രധാന പ്രേരണ
ഇത് തന്നെയാണ്. കുട്ടികളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് തിരുസഭയോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമ ശൃംഖല ഒരുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ ഒരു സാൻഡ്രോ മിഷൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ കുട്ടികളിലേക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേദപാഠത്തെയും അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ കഥകളൊക്കെയും അടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പങ്കുവയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പലവട്ടം ഞങ്ങൾ പല വൈദികരോടൊക്കെ സംസാരിക്കുമ്പോൾ, അത് കാനഡയിലാണേലും US അല്ലെങ്കിൽ UK പല രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയിലുള്ള പല മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ തലമുറയിലേക്ക്, ചെറിയ കുട്ടികളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു ചെറിയ പുസ്തകം കൊണ്ടോ ഒരു UCAT എന്ന് പറഞ്ഞ ഒരു ചെറിയ ബുക്ക് കൊണ്ടോ എന്നും പറ്റുന്നില്ല. അതൊന്നും കുറവാണെന്നല്ല, അതെല്ലാം നല്ലത് തന്നെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ഓക്സിലറി എന്ന രീതിയിൽ, കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന രീതിയിൽ മീഡിയയെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നുവെന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് സാൻഡ്രോ മിഷനിലേക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും I work like 16 hours every single day for a mission for the Holy Mother. ഇതുകൊണ്ടാണ്, കാരണം വിശ്വാസം. അതായത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് നിർത്തി ജോലി ഉപേക്ഷിച്ച് ഈ ഒരു മേഖലയിൽ കിടക്കുന്നത്. എന്തുകൊണ്ടൊരു കാത്തലിക് ആപ്പ് എന്നൊരു ചിന്ത, അതായത് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഒരു കാത്തലിക് ആപ്പ് എന്ന ചിന്ത എങ്ങനെ വന്നു? ഇത് പറയുവാണെങ്കിൽ എൻ്റെ കുറച്ച് പിന്നോട്ടുള്ള കഥ പറയണം. ഞാൻ വളർന്നതൊക്കെ കൊച്ചിയിലാണ്. കൊച്ചിയിൽ മുണ്ടമ്പേരി എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലത്താണ്. എൻ്റെ പാരൻസൊക്കെ ഞങ്ങൾ വളരെ സാധാരണ കുടുംബത്തിൽ വളർന്ന ഒരാളാണ്. എൻ്റെ അപ്പച്ചനൊരു മരപ്പണിക്കാരനായിരുന്നു, അപ്പൂപ്പനും ഒക്കെ അങ്ങനെ തന്നെയാണ്, മരപ്പണിക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ 80കളിലൊക്കെ അപ്പച്ചൻ്റെ ശമ്പളം വന്നിട്ട് 37 രൂപ ദിവസക്കൂലിയാണ്. അപ്പോൾ അത്രയും ചെറിയൊരു കൂലിയിലൊക്കെ ജീവിച്ച ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ വളർന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്കാണേലും വളരെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് 2ാം ക്ലാസ്സിൻ്റെ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ വളരുമ്പോൾ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിലും പഠിപ്പിക്കാനായിട്ട് ആരുമില്ലാതിരുന്ന ഒരു സാഹചര്യം ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളിലൊന്നും ആരും അങ്ങനെ 10ാം ക്ലാസ്സിന് മുകളിൽ പഠിച്ചവരൊന്നുമില്ല. പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ സൈഡിലൊക്കെ അങ്ങനെ 10ാം ക്ലാസ്സിന് മേളിൽ പഠിച്ചവരാരുമില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോനെ നീ ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണം, സ്കൂളിൽ വർക്ക് ചെയ്യാനൊക്കെ സഹായിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അമ്മച്ചിയോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, എന്നെ കൂടെ ഇരുത്തി പഠിപ്പിക്കാമോ. അപ്പോൾ അമ്മ വലിയ സങ്കടത്തോടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചു പോയി എനിക്ക് മോനെ പഠിപ്പിക്കാൻ അറിയില്ല, കൊച്ചു പോയി പരിശുദ്ധ അമ്മയോട് പറയൂ. കാരണം അമ്മച്ചിയുടെ അടുത്തു നിന്നാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് സാധാരണ കത്തോലിക്ക പ്രാർത്ഥനകളാണ്. അതായത് ജപമാലകളും നൊവേനകളും വണക്കമാസ വായനകളടക്കമുള്ള സാധാരണ കത്തോലിക്ക പ്രാർത്ഥനകളും, അതുപോലെ തന്നെ അപ്പൂപ്പൻ്റെ കൂടെയൊക്കെ എല്ലാ ദിവസവും ദിവ്യബലിയും പരിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയൊക്കെയാണ് ഒരു കുഞ്ഞു കുട്ടി എന്ന രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഈശോ എന്നാണ് ഓർമ്മ വെച്ച നാൾ മുതലേ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, കൊച്ചു പോയി പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ എല്ലാം തരുമെന്ന് പറഞ്ഞപ്പോൾ എന്നിലെ 7 വയസ്സുകാരന് തോന്നി അത് സത്യമാണെന്ന്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുരിശുപുരയിൽ പോയി എൻ്റെ അമ്മമ്മയുടെ കൊന്തയും എടുത്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ നെഞ്ചോട് ചേർത്ത് ആ കൊന്ത അമർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, കുഞ്ഞീശോയോട് ചോദിച്ചു, കുഞ്ഞീശോയെ, ഈശോയുടെ അമ്മയെ എനിക്കൊന്ന് കടം തരുമോ? എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ അടുത്ത വീടുകളിലൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ പഠിപ്പിക്കാൻ അവരുടെ അമ്മമാരും ഡാഡിമാരൊക്കെ ഉണ്ട്. എന്നെ പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. എന്നെ പഠിപ്പിക്കാനായിട്ട് ഈശോയുടെ അമ്മയെ ഒന്ന് കടം തരുമോ എന്നൊരു ചോദ്യം ഞാൻ അമ്മയ്ക്ക് ചോദിച്ചു. പകരം ഞാൻ ഈശോയ്ക്കൊരു വാക്ക് കൊടുത്തു. എന്നെ പഠിപ്പിക്കാനായിട്ട് ഈശോയുടെ അമ്മ വരുവാണെങ്കിൽ, ഈശോ വരുവാണെങ്കിൽ ലോകം മുഴുവൻ പോയി സകല സൃഷ്ടിജാലങ്ങളോടും ഞാൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കും. അന്ന് ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് 7 വയസ്സിലാണ് ഞാൻ ഈശോയോട് പറയാണ്, എൻ്റെ കുഞ്ഞീശോയെ, സുവിശേഷ പ്രഘോഷണം എന്താണെന്നൊക്കെ അറിയാം? ഒന്നും അറിയില്ല. ഞാൻ ഈശോയോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയല്ല, ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി പോളിഷ്ഡായിട്ട് പറയണല്ലേ, ഞാൻ അന്ന് പറഞ്ഞത്, എൻ്റെ ഈശോയെ, ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അവരുടെ പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈശോയോട് പറഞ്ഞു, ഈശോയെ, ജോയ്സിനെ പഠിപ്പിക്കാൻ ജോയ്സിൻ്റെ മമ്മിയുണ്ട്, അജിലിനെ പഠിപ്പിക്കാൻ അജിലിൻ്റെ മമ്മിയുണ്ട്, എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ കുഞ്ഞീശോയെ, എനിക്കൊന്ന് ഈശോൻ്റെ അമ്മയെ കടം തരുമോ? ഈശോൻ്റെ അമ്മയെ കടം തന്ന് നിങ്ങളെന്നെ പഠിപ്പിക്കുമെങ്കിൽ ഞാൻ ലോകം മുഴുവൻ പോയി എല്ലാവരോടും പറയും. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. സുവിശേഷം പ്രഘോഷിക്കുന്നൊന്നും പറഞ്ഞില്ല. ഞാൻ എല്ലാവരോടും പറയും, ഈശോയും പരിശുദ്ധ അമ്മയുമാണ് എന്നെ പഠിപ്പിച്ചത്. ഇത് ഞാൻ ഈശോയ്ക്ക് എൻ്റെ 7ാം വയസ്സിൽ കൊടുത്ത വാക്കാണ്. അതിനുശേഷം ഞാൻ ഒന്നും അന്ന് അത്ഭുതങ്ങളൊന്നും കണ്ടില്ല. ആ കുരിശുവരയിൽ 7 വയസ്സേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച് കുറേ നേരം പരിശുദ്ധമ്മ വരും, വലിയ ഉടുപ്പൊക്കെ ആയിട്ട്, നീല ഉടുപ്പൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചൊന്നും സംഭവിച്ചില്ല.
പക്ഷേ ഞാൻ വിഷമത്തോടെ ആണെങ്കിലും ഞാൻ വീട്ടിൽ പോയിരുന്നപ്പോൾ അമ്മ എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് മനസ്സിലെന്തോ രീതിയിൽ ചിന്തിച്ചു കൊന്ത കയ്യിൽ നിന്ന് കളയേണ്ടെന്ന്. ഇപ്പോഴും എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്. ഇവിടെ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കിളിങ്ങി അതെല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു അരികിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ജപമാല എൻ്റെ ഒരു ധൈര്യമായി മാറി. അതിനുശേഷം ഞാൻ ജപമാല അമർത്തി പിടിച്ച് പഠിക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് ഞാനൊരു എന്തോ എനിക്കെങ്ങനെ തോന്നി എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് തോന്നി കുഞ്ഞുനാൾ മുതലേ പരിശുദ്ധ അമ്മ എന്നെ വളർത്തുന്ന എൻ്റെ വളർത്തമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മയെ എനിക്ക് തോന്നിയത്. അതുപോലെ പരിശുദ്ധ കുർബാനയും എൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. അന്ന് ഞാൻ ഈശോയ്ക്ക് കൊടുത്ത വാക്കാണ് ലോകം മുഴുവൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കും എന്നുള്ളത്. അതിനുശേഷവും മുന്നോട്ട് വളരുമ്പോഴും എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വൈദികനാവണം എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ഭയങ്ങൾ. സംഭവത്തിന് ശേഷം പഠന മേഖലയിലേക്ക് എന്ത് മാറ്റണം വന്നത്? അന്നത്തിന് ശേഷം അന്ന് രാത്രി തന്നെ, ഇപ്പോൾ ഈ പറഞ്ഞ 7 വയസ്സിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് രാത്രി ഞാനൊരു ടീപ്പോയിൽ, ഇപ്പോൾ താങ്കളും ഞാനും ഇരിക്കുന്ന പോലെ തന്നെ ഒരു ടീപ്പോ നടുക്ക് വെച്ചിട്ട് ഞാനൊരു കസേരയിൽ ഞാനിരുന്നു. അടുത്ത കസേരയിൽ പരിശുദ്ധമ്മയുടെ ആ ജപമാല വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് പോയിരുന്നിട്ട്, അല്ലെങ്കിൽ ആ സീറ്റിൽ പോയിരുന്നിട്ട് കൊന്ത എടുത്ത് പിടിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ടീച്ചർ പഠിപ്പിച്ച പോലെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പോൾ തറയൊക്കെ പറ എന്നൊക്കെ എഴുതുവാണെങ്കിൽ അങ്ങനെ എഴുതും. തിരിച്ചു വന്നിരുന്ന് ഞാൻ ഒരു കുട്ടിയെ പോലെ കേൾക്കും. എന്തോ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ രീതിയിലൊരു കളിയായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വണ്ണമുണ്ട്. അപ്പോൾ എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യേണ്ട, പകരം കയ്യിൽ കൊന്ത പിടിക്കാം. അപ്പോൾ അങ്ങനെ കൊന്ത പിടിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി. അത് അറിയാതെ എവിടെ പോയാലും പരിശുദ്ധമ്മയുടെ കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും. അമ്മയുടെ ജപമാല ചൊല്ലണമെന്നൊന്നും അന്ന് അറിയില്ല. വീട്ടിൽ ജപമാല ചൊല്ലും. ഞാൻ വളരെ ചെറുപ്പം മുതലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് കാണാപ്പാടം ജപമാലകളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ വീട്ടിൽ ചൊല്ലും ജപമാലകൾ. അമ്മമ്മയുടെ കൂടെയൊക്കെ എപ്പോഴും ജപമാലകൾ ചൊല്ലും. ലീജിയൻ ഓഫ് മേരിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥന ഒരു വലിയ ലഹരിയായിരുന്നു. ഞാൻ ഇന്നവരെ വേറെ ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്ന ലഹരി പരിശുദ്ധ കുർബാനയുടെ ലഹരിയാണ്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു. അങ്ങനെയാണത് വന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടി ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ അച്ഛനാവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഒരു ഈശോയിൽ വളരുമ്പോൾ, പ്രത്യേകിച്ച് ഡൊമിനിക് സാവിയോ, മരിയ ഗുരേറ്റി, തെരേസ ഓഫ് ജാൽ ജീസസ്, ഇവരെല്ലാം എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഈശോയുടെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരാവാനാണ് ഇവരൊക്കെ നടന്നത്. അതുപോലെ തന്നെ ഞാനും അവരിലൊരാളായിട്ട് വിചാരിച്ചു. ഒരു ഇൻവിസിബിൾ വേൾഡിലാണ് ഞാൻ കുറേ നാൾ ജീവിച്ചത്. കുറേ നാളല്ല, ഇന്നും ഞാൻ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വിശുദ്ധനാണ് എന്നെ ഈശോയിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ അച്ഛനാവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് മരണം ഭയങ്കര ഭയമായിരുന്നു. ഫ്യൂണറൽസൊക്കെ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും. നീ എങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക? നീ എങ്ങനെയാണ് ഒരു വൈദികനാവുക? നിന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് ബുദ്ധിയുമില്ല. കാരണം എനിക്ക് അത്ര വലിയ ഓർമ്മയോ ബുദ്ധിയോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ ചെയ്യാമെന്ന് എനിക്കെപ്പോഴും ഞാൻ ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹമുണ്ട്, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന്. പക്ഷെ മാർഗ്ഗമില്ല. പിന്നെ ഞാനൊരു ചെറിയ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെ എനിക്ക് ഒബീസിറ്റി ആയിരുന്നു. ഞാൻ കുറച്ച് വണ്ണം കൂടിയ ആളായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ശ്വാസം മുട്ടൽ വരും. അപ്പോൾ ഞാൻ പുറത്തെങ്ങാനും കളിക്കാൻ കൂട്ടുകാരുടെ കൂടെ പോയാൽ അവിടെ എനിക്ക് ശ്വാസം മുട്ടൽ വരുന്നുണ്ട്. അവർ പറയും, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കൂടെ ടീം ഇടുമ്പോഴൊന്നും അവരെന്നെ എടുക്കില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ഈ കുരിശുവരയിൽ, എൻ്റെ വീടിന് തൊട്ടടുത്താണ് കുരിശുവര. അപ്പോൾ ആ കുരിശുവരയിൽ പോയിരിക്കും. അവിടെ ഞാനിങ്ങനെ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് പോകും. അല്ലെങ്കിൽ വെള്ളക്ക, ഞങ്ങളുടെ നാട്ടിൽ വെള്ളക്ക എന്ന് പറയും, ചെറിയ നാളികേരം, ഇതൊക്കെ ആയിട്ട് പോയി, അല്ലെങ്കിൽ കുറച്ച് ഇലകളൊക്കെ പറിച്ചിട്ട് പോയി ആ കുരിശുവരയിൽ പോയിരുന്ന് ഞാനിങ്ങനെ കളിക്കും ഈശോയുടെ കൂടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ്. അപ്പോഴൊക്കെ ഞാൻ വലിയ സങ്കടം പറയും, ഈശോയെ ആർക്കും എന്നെ വേണ്ട, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചിന്ത വരുമ്പോഴൊക്കെ പരിശുദ്ധമ്മ എൻ്റെ മനസ്സിലേക്ക് തന്ന ചിന്ത, ഈശോയുടെ കഴുതയാവാലോ നിനക്ക്. ഈശോയുടെ കഴുതയും ഇതുപോലെ ആർക്കും വേണ്ടാതെ മാറ്റി നിർത്തപ്പെട്ടൊരുവനായിരുന്നില്ലേ. അവനെ ഈശോ വിളിച്ചുകൊണ്ട് വന്ന് ഈശോ അവൻ്റെ മേലിൽ രാജകീയ പ്രവേശനം നടത്തിയില്ലേ. അതുപോലെ നിനക്കും ഈശോയെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് അമ്മ തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ഈശോയുടെ കഴുതയാവും. wherever I go, I'll take you on my shoulders എന്ന് പറയുന്ന രീതിയിൽ എനിക്കൊരു ചിന്ത വന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. പിന്നെ അങ്ങനെ തുടർന്ന് പോയി ഒരു സാധാരണ കുട്ടിയെ പോലെ എല്ലാ ദിവസവും കഴിയുന്നത്ര ദിവ്യബലി പങ്കെടുക്കും. അതുപോലെ തന്നെ എനിക്ക് ഓൾട്ടർ ബോയ് ആകാൻ പറ്റിയില്ല. കാരണം ഓൾട്ടർ ബോയ് ആയിക്കഴിഞ്ഞാൽ ഫ്യൂണറലിന് പോകണം, എനിക്കത് പറ്റില്ല. അപ്പോൾ എനിക്ക് ഓൾട്ടർ ബോയ് ആകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും കളിയാക്കും, ഓൾട്ടർ ബോയ് പോലും ആകാൻ പറ്റാത്ത വലിയ പ്രാർത്ഥനക്കാരൻ നടക്കണമെന്ന്. എനിക്ക് ഈശോയോട് അടങ്ങാത്ത സ്നേഹം ഉണ്ടായിരുന്നു. പരിശുദ്ധ കുർബാനയോട് എനിക്ക് പറഞ്ഞു തീർക്കാനാവാത്തത്രയും ഒരു വല്ലാത്തൊരു സ്നേഹം ഈശോയോട് ഉണ്ടായിരുന്നു. ആ സ്നേഹം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുമെന്നറിയില്ല. എൻ്റെ സ്വരം അടഞ്ഞിരിക്കുവാണ് ഇപ്പോൾ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കാനാവാത്ത ഒരു സ്നേഹം കുഞ്ഞുനാൾ മുതൽ ഈശോയോട് ഞാനിങ്ങനെ വയ്ക്കും. പരിശുദ്ധ കുർബാന തുടങ്ങുന്ന അവസാനം വരെ ഞാൻ ഇന്നും 2 ടവലുമായിട്ടാണ് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോകുന്നത്. കാരണം
ഞാൻ അനുഭവിച്ചൊരു സ്നേഹം, അവിടെ അനുഭവിച്ച സ്നേഹം വേറെ ഒരിടത്തും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്നെ മുഴുവനായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. അങ്ങനെയാണ് വളർന്നത്. പിന്നീട് എൻ്റെ പതുക്കെ എൻ്റെ ഡിഗ്രി എനിക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയല്ലോ. സ്റ്റഡീസ് എനിക്ക് ലക്ഷ്യമായി മാറി. എനിക്ക് പഠിക്കണമെന്നൊരാഗ്രഹം എങ്ങനെയൊക്കെയോ അമ്മ തന്നു. അപ്പോൾ ഞാൻ കൂടുതൽ, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ കുറേ അധികം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ അത്ര വലിയ ഈ ബുദ്ധിയുള്ള ഒരാളായിട്ടൊന്നും എന്നെ ആരും കരുതിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ 17ാമത്തെ വയസ്സിൽ ഞാനൊരു ജീസസ് യൂത്ത് ആയി. ഒബ്വിയസ്ലി 15 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ജീസസ് യൂത്തിൽ പ്രീ ഡിഗ്രിക്കായിരുന്നു, ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രി ആയിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ അവിടെ അങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ ഈ ജീസസ് യൂത്തിൻ്റെ ധ്യാനങ്ങൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ ഒരു ധ്യാനം മുണ്ടമ്പേലിയിൽ ഞങ്ങളുടെ പരിസരത്ത് ഒരു പള്ളിയിൽ നടന്നു. അപ്പോൾ അതിൻ്റെ സംഘാടക കമ്മിറ്റിയിലെ ഏറ്റവും ഇളയ ആൾ ഞാനായിരുന്നു. ഏറ്റവും ചെറിയ ആൾ, 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറിയ കുട്ടി, അതായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ സാമഗ്രികളൊക്കെ മറ്റേ ഫാനും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന ആ ഒരു LP സ്കൂളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കെട്ടിടം പൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ ഈ കുറച്ച് 3-4 പേര് സംഘാടകരിങ്ങനെ ആ സ്റ്റേജിൽ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അതിൽ 4 രാത്രികളിൽ ഞാൻ ഓരോ സ്വപ്നങ്ങൾ കണ്ടു. അതിലെ സ്വപ്നം ഞാൻ ആരോടും ഇന്നേ വരെ അത് റെക്കോർഡിക്കലി പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ആ സ്വപ്നം, ആദ്യത്തെ ദിവസം ഞാൻ കണ്ട സ്വപ്നം ഇതായിരുന്നു. ഞാൻ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു കോറിഡോറിൽ ഞാനിങ്ങനെ ഒരു സൈഡിലൊരു പാത്രം കഴുകുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയെ മേഘങ്ങളുടെ മുകളിൽ കണ്ടതായിട്ട് ഞാനിങ്ങനെ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ എവിടെ പോയാലും അമ്മ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. 2ാമത്തെ ദിവസം, പക്ഷേ ആ സ്വപ്നത്തിനും ഒരു അർത്ഥമില്ലാതെയാണ് തീർന്നത്. 2ാമത്തെ ദിവസം ഞാൻ കണ്ട സ്വപ്നം, ഒരു മലയുടെ മുകളിലേക്ക് നടന്നു പോകുമ്പോൾ, ഒരു കുന്നിൻ മുകളിലേക്കുള്ള റോഡിലൂടെ കടന്നു പോകുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കെട്ടിടങ്ങൾ പുസ്തകങ്ങളെ പോലെ മാറുന്നു. അതും എനിക്കൊരു അർത്ഥമില്ലാതെയാണ് ആ സ്വപ്നം, അല്ലെങ്കിൽ ഒരു എൻഡില്ലാതെയാണ് ആ സ്വപ്നം തീർന്നത്. 3ാമത്തെ ദിവസത്തെ കണ്ട സ്വപ്നം, ഞാനൊരു മലയുടെ മുകളിൽ നിൽക്കുന്നു. അവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് ഒരുപാട് പേരെ, അല്ലെങ്കിൽ ലോകം മുഴുവനെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു. പക്ഷേ ആ സ്വപ്നവും ഒരു എൻഡില്ലാതെ തീർന്നു. ഇതെല്ലാം ഞാൻ അവിടെ ഓരോ രാത്രികളിൽ ആ സ്റ്റേജിൽ ഉറങ്ങുന്ന സമയത്ത് ചേട്ടന്മാരുടെ കൂടെ ഞങ്ങളുടെ ഒരു അരികിൽ, എനിക്ക് തോന്നുന്നു എന്തോ ചെറിയ 2 ഡെസ്കൊക്കെ ചേർത്ത് വെച്ച് കിടന്നുറങ്ങുന്ന ആ സമയത്ത് കണ്ട സ്വപ്നങ്ങളാണ്. 4ാമത്തെ രാത്രിയിൽ ഒരു സ്വപ്നം കൂടി കണ്ടു. ആ സ്വപ്നം, ഒരു കല്യാണ ചെക്കനും പെണ്ണും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നു. കുഞ്ഞീശോ ഒരു ജപമാല എടുത്ത് അവർക്ക് കൊടുക്കുന്നു. ആ ജപമാല അവർ മേടിക്കുമ്പോൾ, എന്നിട്ട് ആ ജപമാലയായിട്ട് അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ എണ്ണി തീരാൻ പറ്റാത്തത്രയും ആളുകളിലേക്ക് ആ ജപമാല ചെറിയ ചെറിയ ജപമാല മണികളായിട്ട് ഒഴുകിപ്പോകുന്നൊരു സ്വപ്നം കണ്ടു. എനിക്ക് മനസ്സിലായില്ല ആ സ്വപ്നത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന്. പിറ്റേ ദിവസം പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് പാണിയച്ചൻ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു. ജോഫിൻ എന്നു പേരായ മകനെ പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മ വിളിക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി വലിയൊരു ദൗത്യം പൂർത്തീകരിക്കാനായിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ 17 വയസ്സുകാരുള്ള ഞാൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ കൂടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു, പരിശുദ്ധ അമ്മയാണ് കൊച്ചിനെ വിളിച്ചിരിക്കുന്നത്, പരിശുദ്ധ അമ്മ കൊച്ചിന് വേണ്ടതൊക്കെ തരും, ജപമാല അമർത്തി പിടിക്കുക. പക്ഷേ അന്നും എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന്. കാരണം എന്നെ എല്ലാവരും വിളിക്കുന്ന മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന വചനവും വാക്യവും കളിയാക്കലും ഇതാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഒന്നിനും കൊള്ളാത്ത എൻ്റെ ജീവിതത്തിൽ somebody said that I need you എന്ന് പറഞ്ഞത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയല്ല, സ്വരം അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. പരിശുദ്ധ അമ്മയാണ് എന്നെ വിളിച്ചത്. വേറെ എല്ലാവരും, ലോകത്തെ എല്ലാവരും എന്നോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നീ ഞങ്ങളുടെ ടീമിൽ കൊള്ളത്തില്ല, നീ ഭയങ്കര തടിയനാണ്, അല്ലെങ്കിൽ നീ ഒരു മണ്ടനാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട നിങ്ങളെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ എല്ലാവരും എന്നെ മാറ്റി നിർത്തിയെടുത്ത് പരിശുദ്ധമ്മ വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനെ ഒരു ചെക്കനെ എനിക്ക് വേണം എൻ്റെ മകന് വേണ്ടി ഒരു ദൗത്യം ചെയ്യാൻ. അപ്പോൾ എനിക്കറിയാൻ പാടില്ല എന്താ ഞാൻ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഈശോയ്ക്ക് എന്നെ അന്ന് മുതൽ വിട്ടുകൊടുക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ചേട്ടന്മാരൊക്കെ എന്നോട് പറഞ്ഞു, മോല അമർത്തി പിടിക്കുമ്പോഴൊക്കെ ചോദിക്കുക അമ്മയോട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോഴൊക്കെ അമ്മ എനിക്ക് തന്നൊരു ചിന്ത ഇതാണ്, മിറക്കിൾസ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ് വെൻ യു ഡെയർ ടു ഡ്രീം ദി ഇമ്പോസിബിൾ. അസാധ്യമായ കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇത് അമ്മ എനിക്ക് തന്നൊരു വചനമാണ്, ഒരു ചിന്തയാണ്. അന്ന് മുതൽ അമ്മ എൻ്റെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റാൻ തുടങ്ങി. ചിന്തകൾ വലുതാകാൻ തുടങ്ങി, എൻ്റെ ആഗ്രഹങ്ങൾ വലുതാകാൻ തുടങ്ങി. അമ്മ എന്നോട് പറഞ്ഞിരുന്ന ചിന്ത, നീ ഈ നാൽക്കവലയിലിരുന്ന് കുറച്ച് നേരം സുവിശേഷം പ്രഘോഷിച്ചാൽ, അല്ലെങ്കിൽ അത് മാത്രമല്ല, അല്ലെങ്കിൽ അത് മോശമാണെന്നല്ല, അതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല നിൻ്റെ ജീവിതം എന്നൊരു ചിന്ത അമ്മ എനിക്ക് തന്നു. അങ്ങനെയാണ് എൻ്റെ പിന്നീടുള്ള യാത്രയൊക്കെ അമ്മ ഉണ്ടാക്കിയത്. അതിനുശേഷം താങ്കൾ ചോദിച്ച ചോദ്യം, എങ്ങനെ പഠനം മാറിയെന്ന് ചോദിച്ചാൽ,
ബികോം ഫസ്റ്റ് ഇയർ വരെ ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു 70-ലോ 65-ലോ ഒക്കെ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. ഡിസ്റ്റിങ്ഷന് 7 മാർക്ക് ദൂരെയാണ് 10ാം ക്ലാസ് ക്ലോസ് ചെയ്തത്. പക്ഷേ അതർവൈസ് ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അത്ര വലിയ ബുദ്ധിമാനായ ഒരാളൊന്നുമല്ല. പക്ഷേ അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധമ്മ എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. 81%-ലാണ് ഞാൻ ബികോം കംപ്ലീറ്റ് ചെയ്യുന്നത് സെൻറ്റ് ആൽബർട്ട്സിൽ. 86%-ലാണ് MCOM കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ MBA ചെയ്യാനായിട്ട് സാധിച്ചു. തിരിച്ച് കാനഡയിൽ വന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി. ഇംഗ്ലണ്ടിൽ നിന്നും ACCA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നേടി. ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അവിടെയും, സർട്ടിഫൈഡ് ജനറൽ അക്കൗണ്ടൻ്റാണ് കാനഡയിൽ. അങ്ങനെ ഒത്തിരി അധികം ഡെസിഗ്നേഷൻസ് പരിശുദ്ധമ്മ എൻ്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചു. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ, ടുഡേ മൈ നെയിം ഇസ് ജോൺ ജോഫിൻ, CPA, CGA, ACCA, MBA, MCOM, BCOM ആൻഡ് UGC നെറ്റ് കൂടിയുണ്ട്. ഇത്രയും പദവികളിലേക്ക് എങ്ങനെ എത്തിയെന്ന് എല്ലാവരും ചോദിക്കും. എങ്ങനെയാണ് ഇതെല്ലാം സാധിച്ചതെന്ന് ചോദിക്കും. ഞാൻ അവരോടെല്ലാം പറയുന്ന ഒരേ ഒരു ഉത്തരം പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല അമർത്തിപ്പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ ഞാൻ അനുഭവിച്ച ലഹരിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ സ്വപ്നവും തന്നത്. പരിശുദ്ധ അമ്മയുടെ ജപമാല അല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ല. ഇതാണ് സാൻഡോ മിഷൻ്റെ തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇതായിരുന്നു. ഈ ഒരു ഈശോയുടെ ഏറ്റവും നിഷ്കളങ്കമായിട്ട് ഈശോയെ ഞാൻ സ്നേഹിച്ചു. ആ സ്നേഹത്തെ ലോകത്തിന് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനും എൻ്റെ ഭാര്യ സിമി ഞങ്ങൾ സാധാരണ ഒരു കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, മുണ്ടമേരിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹവും ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനകളും ചൊല്ലി സാധാരണ ഒരു കുടുംബജീവിതം നയിച്ച് കാനഡയിൽ പോവുകയായിരുന്നു. ഞാൻ ഇനി പറഞ്ഞു വരികയാണ് എന്തുകൊണ്ട് സാൻഡോ മിഷൻ തുടങ്ങി എന്നുള്ളതാണ്. പഠനം മാറിയ കാര്യം പറഞ്ഞു. ഞാൻ ഈശോ ഇത്രയും കാര്യങ്ങളിലൊക്കെ എത്തിച്ചു. ഞാനൊരു കമ്പനിയുടെ ഫിനാൻസ് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. 8 വർഷത്തോളം ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. എൻ്റെ ഡെസിഗ്നേഷന് ശേഷം ഞാൻ ഇതൊക്കെ പോകുന്ന വഴിക്കൊക്കെ പഠനം നടക്കുന്നുണ്ട്, വിവാഹം നടന്നു, 2 കുഞ്ഞുങ്ങൾ വന്നു. ദൈവകൃപയാൽ എല്ലാ അനുഗ്രഹങ്ങളും, നല്ലൊരു വീട് തന്നു, എല്ലാം ഈശോ തന്നു, എല്ലാം പരിശുദ്ധമ്മ നയിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ ഞാനത് പറഞ്ഞു വരുവാണെങ്കിൽ 2020 ഫെബ്രുവരി വരെ ഹോളി മാതറുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷവും ഞാൻ എല്ലാവരോടും പറയും, ജീവിതം മുഴുവൻ പരിശുദ്ധ ഒപ്പമുള്ള യാത്രയായിരുന്നു. അമ്മ എനിക്ക് തന്ന സ്വപ്നങ്ങളല്ലാതെ ഒന്നും എൻ്റെ അടുത്തില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പരിശുദ്ധ അമ്മ എൻ്റെ കാവലിരുന്ന അമ്മയാണ്, എന്നെ വളർത്തിയ അമ്മയാണ്. അപ്പോൾ അമ്മ എനിക്ക് അതായത് ഒരുപക്ഷെ ഞാൻ മാത്രമല്ല, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് പരിശുദ്ധമ്മ. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവർക്കും പരിശുദ്ധമ്മ പെറ്റമ്മയെ പോലെ തന്നെ, അല്ലെങ്കിൽ അത്രയും സ്വന്തം അമ്മയെ പോലെ കരുതുന്നവരാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയാണെന്ന് മാത്രം പിടിച്ച് എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുകയില്ല. പക്ഷേ എൻ്റെ ഉള്ളിലും അവരെല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ എൻ്റെ ഉള്ളിലും പരിശുദ്ധമ്മയോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നോടും ആ കനിവുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല, ഞാൻ അപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പ അമ്മ കുഞ്ഞീശോയുടെ കൂടെ വളർന്നു. എനിക്ക് ബ്രദറിൻ്റെ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബൈബിളിൽ ഇപ്പോൾ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. പിന്നെ പഴയ നിയമത്തിലൊക്കെ ദാവീദ് രാജാവ് ഒരു ഇടയബാലനെ ഒരു ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവാക്കി മാറ്റി എന്നും ഓർക്കണം. ദൈവം എപ്പോഴും ആ ഒരു പ്രവൃത്തി പണ്ട് മുതൽ ചെയ്യുന്ന പ്രവൃത്തി ദൈവം ഇന്നും മനുഷ്യരിൽ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഒരാളെ ദൈവം ഉയർത്തണമെങ്കിൽ ചിലപ്പോൾ ഏറ്റവും താഴ്ന്നവനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ഒന്നും ഇല്ലാത്തവനെ പിടിച്ച് ദൈവം ഇതിൻ്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രവൃത്തി ദൈവം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ ഉപേക്ഷിച്ച്. ഇതിന് ശേഷം ഇപ്പോൾ ജോലി എത്ര വർഷം ചെയ്തു? ഞാൻ പറഞ്ഞ പോലെ 2015-ലാണ് എൻ്റെ കംപ്ലീറ്റ് ഡെസിഗ്നേഷൻ കഴിഞ്ഞത്. അതിനിടയ്ക്കൊക്കെ എനിക്കിപ്പോൾ പറഞ്ഞാൽ എനിക്ക് പാരമ്പര്യ സ്വത്തോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ 24-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ നല്ല കടങ്ങളുണ്ട്. കടമെടുത്തിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടുന്ന് എങ്ങനെയാണോ MBA പഠിക്കാനും മറ്റുമൊക്കെ ഒരു രാജ്യങ്ങളിൽ പോകുന്നത്, അതുപോലെ തന്നെയാണ് ഞാനും പോയത്, ഇംഗ്ലണ്ടിൽ പോയത്. അവിടെ പോയി ഞങ്ങൾക്ക് കഴിയാവുന്നത്രയും ഞങ്ങൾ KFCയിൽ ജോലി ചെയ്തു, പലതരം ചെറിയ ജോലികളൊക്കെയും ചെയ്ത് അതിനൊപ്പം തന്നെ പഠനം കഴിയുന്നതോടുകൂടി നല്ല ജോലികളിലേക്കും ഈശോ എത്തിച്ചു. പിന്നെ ഈ കൊതി ഉള്ളിൽ നിന്ന് കളഞ്ഞില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ഇതൊക്കെ ജീവിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കൊതി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. പക്ഷേ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കാരണം പരിശുദ്ധ അമ്മ എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അമ്മ ഒരു കൊന്ത തന്നല്ലോ, ആ കൊന്തയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. എല്ലാവരെയും പോലെ, ഏതൊരു സാധാരണ ഒരു പ്രവാസിയെയും പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് സഹനങ്ങൾ, എല്ലാ പ്രവാസികളും അല്ലെങ്കിൽ എല്ലാ പുറത്തു പോയി ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയവർ ചെയ്തു പോകുന്ന എല്ലാ ചെറിയ ചെറിയ ജോലികളും കഷ്ടപ്പാടുകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതിലൊന്നും ഏറെ പുതുമയൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം, ദൈവാശ്രയ ബോധം എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളെ ശക്തിപ്പെടുത്തി, ധൈര്യപ്പെടുത്തി. ആ ധൈര്യം എല്ലാവർക്കും, അതിപ്പോൾ പ്രാർത്ഥനയിൽ വളർന്നു വന്ന ഏതൊരു മലയാളിക്കും, പക്ഷേ മലയാളിയുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ,
അത് എൻ്റെ പറയുന്ന പോയിന്റ് ക്ലിയറായി മനസ്സിലാവുമെന്ന് വിചാരിക്കും. നമ്മൾ പ്രാർത്ഥനയിൽ വളർന്നു, ആ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ജോലി ചെയ്തതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ 2015 ക്വാളിഫൈഡ് ആയി. ഏകദേശം 2022 വരെ, ഓഗസ്റ്റ് വരെ ഞാൻ ജോലി ചെയ്യേണ്ടായിരുന്നു ആ കമ്പനിയിൽ ഫൈനാൻസ് കൺട്രോളറായിട്ട്. അപ്പം അത് കാനഡയിലെ കാര്യമാണ്. ഞാൻ ആദ്യം ഇംഗ്ലണ്ടിലാണ് പോയത്. ഇംഗ്ലണ്ടിൽ 4 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം കാനഡയിലേക്ക് വന്നു. കാനഡയിലേക്ക് വരുമ്പോഴും ഒരു ചെറിയ മൊബൈൽ ഫോൺ സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു ബാങ്കിൽ ജോലി ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് CA പഠിക്കണം എന്നൊരാഗ്രഹം. ഈ കൊതി എൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അമ്മ കളയില്ല. പ്രത്യേകിച്ച് ഡെസിഗ്നേഷൻസിനോട് വലിയൊരു കൊതി എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, എനിക്കിത് പഠിക്കണം, എനിക്ക് CA ആവണം. അപ്പോൾ ഞാൻ BCom MCom ഒക്കെ പഠിക്കണമല്ലോ. അപ്പോൾ CA എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എല്ലാവരും, പലരും, ഞാൻ സംസാരിച്ച പലരും എന്നോട് ഈ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ അപ്പച്ചൻ എന്താ ജോലി? മരപ്പണിക്കാരനാണോ? അപ്പം നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പരിശുദ്ധമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഈ സങ്കടം പറയുമ്പോൾ പരിശുദ്ധമ്മ പറയും, ആര് പറഞ്ഞു നിനക്കത് ചെയ്യാൻ പറ്റില്ല? അത് അമ്മ എനിക്ക് കാവലിരുന്ന അമ്മയാണ്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ സ്വരത്തിൽ പറയുന്നത് എൻ്റെ സ്വരം അടഞ്ഞിരിക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധമ്മ എനിക്കൊരു കാവലമ്മയായിരുന്നു. എൻ്റെ കൂടെ എന്നെ വളർത്തിയ അമ്മയാണ്. ഈശോയ്ക്ക് ചോറ് വാരി കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്കും വാരി തന്നു ഞാൻ വിശ്വസിക്കുന്ന അത്രമാത്രം സ്നേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ എന്നെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല ടു അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ദ യൂക്രിസ്റ്റ്. പരിശുദ്ധ കുർബാനയിൽ അമാനുഷികനായ ദൈവത്തെ കാണാൻ പറ്റും. ഞാൻ ആ കുരിശുവരയിൽ കുഞ്ഞീശോയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ കുഞ്ഞായിരിക്കെ പരിശുദ്ധ കുർബാനയിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ, ഹോസാന പാടി കഴിയുമ്പോൾ ഈശോ ഒരു വരവ് വരും. അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. ഞാൻ അനുഭവിക്കുന്ന ഒരു അമാനുഷികനായ തമ്പുരാൻ അന്നേരം വരും. എൻ്റെ കുഞ്ഞീശോയെ ഞാൻ കാണാൻ പോയിക്കണ എൻ്റെ കുഞ്ഞീശോയെ അവിടെ ചെല്ലുമ്പോൾ ശക്തനായൊരു തമ്പുരാൻ എൻ്റെ കൂടെ ചേർന്നിരിക്കും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈശോ എനിക്ക് തന്ന ധൈര്യമാണ്. എനിക്ക് എന്തും ഈശോയിലൂടെ സാധിക്കും. ഞാൻ മോശമായ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മറിക്കാനായിട്ട് സാധിക്കും. പണ്ടൊരിക്കൽ ഒരു ധ്യാനത്തിൽ ഒരു പ്രസംഗം കേട്ടത് ഞാൻ ഓർക്കുന്നത് ഞാനിവിടെ പറയാം. അതെന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഒരു അമ്മ കുരങ്ങിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുട്ടിക്കുരങ്ങിനെ പോലെ. ആ കുട്ടിക്കുരങ്ങിൻ്റെ പ്രതീക്ഷ ആ അമ്മ കുരങ്ങ് എങ്ങോട്ട് ചാടിയാലും അവൻ വീട്ടിൽ നിന്നാണ്. കാരണം അവൻ വിചാരിക്കുന്ന അവൻ്റെ അമ്മയിലെ അള്ളിയല്ലേ അവൻ പിടിച്ചിരിക്കുന്നത്. അതേപോലത്തെ ഒരു ധൈര്യം ഞാൻ പരിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏത് വർഷമാണ് ജോലി ഉപേക്ഷിക്കുന്നത്? 2022 ഓഗസ്റ്റോട് കൂടിയാണ് ജോലി ഉപേക്ഷിക്കുന്നത്. പക്ഷേ ജോലി ഉപേക്ഷിക്കുന്നതിന് മുൻപൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2020 വരെ എല്ലാ കാര്യങ്ങളും നോർമലായി പോയി. 2020 ഫെബ്രുവരി ആയപ്പോൾ കോവിഡിൻ്റെ സമയം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാനിങ്ങനെ ഈ പരിശുദ്ധ കുർബാനയുടെ സമയത്തുള്ള ചില ചിന്തകൾ അമ്മ ഇങ്ങനെ തരും. അപ്പോൾ അമ്മ എനിക്കൊരു ചിന്ത ഇങ്ങനെ തന്നു. ഗെറ്റ് റെഡി ടു ടച്ച് ദ വേൾഡ് എന്നൊരു ചിന്ത അമ്മ തന്നു. ലോകത്തെ തൊടാനൊരുങ്ങുക. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ലോകത്തെ തൊടുക? എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞത്, എനിക്ക് തന്നൊരു ചിന്ത ഇതാണ്: ടേക്ക് ദ റോസറി ദാറ്റ് ഐ ഷെയർഡ് വിത്ത് യു ആൻഡ് ഐ ഗേവ് ഇറ്റ് ടു യു ആൻഡ് ഷെയർ ഇറ്റ് ടു ദ വേൾഡ് എന്നൊരു ചിന്ത വന്നു. ലോകത്തിലേക്ക് ആ ജപമാല പങ്കുവയ്ക്കുക. എനിക്കറിയില്ല ജപമാല എങ്ങനെ ലോകത്തോട് പങ്കുവയ്ക്കുക. അപ്പോൾ ഞാൻ അപ്പോഴും യൂട്യൂബൊക്കെ കുറച്ചിങ്ങനെ വരുന്ന സമയമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ജപമാല ഒരു യൂട്യൂബിൽ ചെയ്യാം. അപ്പോൾ ഞാനും എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്കൊരു ജപമാല ചെല്ലാം. അപ്പോൾ എല്ലാവരും ചെല്ലുന്ന പോലെ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അങ്ങനെയല്ല അമ്മ എൻ്റെ മനസ്സിൽ തന്നെ, ഈ ജപമാല മണികളിങ്ങനെ എണ്ണി കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും അത് ഉപയോഗപ്പെടാൻ പറ്റും. അവർ കറി കരിയുമ്പോഴും പാത്രം കഴിയുമ്പോഴും ഒക്കെ പ്രാർത്ഥന എല്ലാം പറ്റുമെങ്കിലോ. അങ്ങനെ ഒരു ചിന്തയിലാണ് എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ആകെ ഉണ്ടായിരുന്ന ബ്ലസ്ഡ് കാർലോസ് അക്യൂട്ടിസിൻ്റെ ഒരു ചിത്രം എടുത്ത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, താങ്കൾ നിർത്തിയെടുത്തുനിന്ന് എന്നോട് തുടങ്ങാൻ പറയുന്നുണ്ട്, ഞാൻ തുടങ്ങുവാണ്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാർത്ഥനയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അത് ഏകദേശം 4-5 ദിവസം എടുത്തിട്ട് ആ ഒരു ജപമാല ഞങ്ങൾ പങ്കുവെച്ചത്. 2020 ഫെബ്രുവരി 20 തോന്നുന്നു. അത് പങ്കുവെച്ചതോടുകൂടി എൻ്റെ മിഷൻ തീർന്നു എന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അത് തീർന്നു എന്ന്. പക്ഷേ മാർച്ച് 20 എൻ്റെ പാരൻസും എൻ്റെ വൈഫിൻ്റെ പാരൻസും കാനഡയിലേക്ക് വരുന്ന വഴിക്ക് ലോകം മുഴുവൻ ലോക്ക്ഡൗണായി. അവർക്ക് തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്നു. പക്ഷേ ബാംഗ്ലൂർ വരെ എത്തുമ്പോഴേക്കും അവരവിടെയും ലോക്ക്ഡൗണായി. അപ്പോൾ കൊച്ചിയിലേക്ക് കയറാൻ പറ്റില്ല, കേരളത്തിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ അപ്പച്ചന് ICUലായി. പെട്ടെന്ന് ന്യൂമോണിയ മറ്റു പ്രശ്നങ്ങളും വന്നിട്ട്, കോവിഡൊക്കെ വന്നിട്ട്. ഒരു ഡോക്ടർ ഒരു രാത്രി വിളിച്ചിട്ട് എൻ്റെ ഫോൺ എവിടെ നിന്ന് നമ്പർ കിട്ടിയിട്ട്, അപ്പച്ചൻ്റെ ഫോൺ നമ്പറിൽ നിന്ന് കിട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ സ്മിതയാണ് ഞാൻ, മകനാണെന്ന് തോന്നുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, ജോഫിൻ മൈ സൺ എന്നും പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പച്ചനെ ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചു. അപ്പോൾ ഞാനും വല്ലാതെ പേടിച്ചു. അപ്പം ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. അന്നേരം എൻ്റെ വൈഫ് ഞങ്ങൾ പങ്കുവെച്ച ജപമാല തന്നെ എടുത്ത് വെച്ചിട്ട് ആ ജപമാല കേട്ടാണ് ആ യൂട്യൂബിലെ ജപമാലയാണ് ഞങ്ങൾ കേട്ടത്. അത് ഞാൻ വിചാരിച്ചു, ഈ ജപമാല അപ്പച്ചന് അയച്ചു കൊടുക്കാം. അങ്ങനെ അപ്പച്ചന് അയച്ചു കൊടുത്തു. ദിവ്യബലികളില്ല അന്നേരം, ഓൺലൈനിൽ ഇങ്ങനെ പതുക്കെ വന്നു തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ 1-2 പേരോടൊക്കെ ചോദിച്ചു, പരിചയമുള്ള അച്ഛന്മാരോടൊക്കെ ചോദിച്ചു. ആ ദിവ്യബലികൾ ഫേസ്ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് ഞങ്ങൾ യൂട്യൂബിലേക്ക് ഇട്ടിട്ട്
അത് അപ്പച്ചന് ലിങ്ക് അയച്ചു കൊടുത്തു, ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പച്ചനെ കുർബാന കാണിക്കാനായിട്ട് കുർബാന ഉൾക്കൊള്ളാക്കാനായിട്ട് ഞാനിങ്ങനെ ശ്രമിച്ചു. ഓരോ തവണ പരിശുദ്ധ കുർബാന മുമ്പിച്ചിട്ടുമ്പോൾ ഈശോ എനിക്കൊരു ചിന്ത തന്നു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകി പോയിട്ടില്ല. അതെനിക്ക് പരിശുദ്ധ കുർബാനയിൽ കിട്ടിയ ഒരു ധൈര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കാര്യം ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ അടുത്തേക്ക്, ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന പാരൻസിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിരാശരായി കഴിയുന്നവരിലേക്ക് ഈശോയുടെ വചനം എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹോമിലി എത്തിക്കാനായിട്ട്, ഒരു ദിവ്യബലി എത്തിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ശ്രമമാണ് സാൻഡോ മിഷനിലേക്ക് തുടങ്ങാനായിട്ട് കാരണമായത്. അപ്പോൾ അത് ചെയ്തു തുടങ്ങി. കുറേ നാൾ ഞങ്ങൾ സാധാരണ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പച്ചൻ ഏകദേശം 27 ദിവസം ICUലായിരുന്നു എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. എൻ്റെ കൂടെ ഇപ്പോൾ കാനഡയിൽ അദ്ദേഹം ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആരോഗ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. 4 പാരൻസും വന്നു. അവരെല്ലാവരും അനുഗ്രഹപൂർണ്ണമായിട്ട് നിന്നു. പിന്നെ അതിൽ എൻ്റെ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും ഇടയ്ക്ക് ഇവിടെ വന്നു. അതിൽ എൻ്റെ ഫാദർ ഇൻ ലോ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്ന് പരിശുദ്ധ അമ്മയുടെ പാട്ട് കേട്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവുകയായിരുന്നു, ഉറക്കത്തിൽ മരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മരണം അദ്ദേഹത്തിന് നൽകി. ഇതൊക്കെ തമ്പുരാൻ്റെ ഒരു കരുതലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ചാനലിൽ വന്ന് നിൽക്കുന്നത് പോലും ഈ ഒരു യാത്ര ഒരിക്കലും പ്ലാൻഡ് ആയിരുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2020 അങ്ങനെ തുടങ്ങിയ ഒരു മിഷൻ 2022 ആയപ്പോഴേക്കും അമ്മ എനിക്ക് തന്ന ചിന്ത, യുണൈറ്റ് ദ വേൾഡ് ത്രൂ റോസറി, ജപമാലയിലൂടെ ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഇനി ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുകയില്ല. സോ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ലിറ്റിൽ മോർ സീരിയസ്ലി. ആൻഡ് ആസ് ഓഫ് നോ, ലോങ് സ്റ്റോറി ഷോർട്ട്, ഞങ്ങൾ ഏകദേശം 12,000 ജപമാലകൾ 12 ഭാഷകളിൽ 14ഓളം യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട് പങ്കുവച്ചു. ഏകദേശം 1.25 കോടി ജപമാലകൾ ലോകം കേൾക്കാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് ഞങ്ങളുടെ ഒരു മിഷൻ വഴിയായിട്ട് സാധിച്ചു. ഇതൊന്നും ഒരു ഫേസ്ബുക്ക് ഷെയറോ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനോ ചെയ്യാതെ സംഭവിച്ചതാണ്. അത് പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ കാവലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇനി എന്ത് എന്നൊരു ചിന്ത. ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യുക. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടേ. അപ്പോൾ ജോലി റിസൈൻ ചെയ്യാനുള്ള സിറ്റുവേഷനിലേക്ക് എത്തുന്നത് ഓഗസ്റ്റ് 2022 ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ പാർട്ട് ടൈം സുവിശേഷ വേല കൊണ്ട് നടക്കുകയില്ല. ബിക്കോസ് ഹോളി മദർ ഹാസ് ഇൻട്രസ്റ്റഡ് മീ സംതിങ് വിച്ച് ഇസ് സോ ബിഗ് എന്നൊരു ചിന്ത എനിക്ക് കുഞ്ഞുനാൾ മുതലുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആർക്കും വേണ്ടെന്ന് പറഞ്ഞെടുത്തത് എന്നെ വിളിച്ചത് എൻ്റെ അമ്മയാണ്, എനിക്ക് വേണ്ടി കാവലിരുന്ന എൻ്റെ അമ്മയാണ്, എന്നെ ഒരുക്കിയത് എൻ്റെ അമ്മയാണ്, എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചത് എൻ്റെ അമ്മയാണ്. സോ ഏതൊരു ആത്മാവിനെയും പോലെ എനിക്കും വേണമെങ്കിൽ സാധാരണ ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ടൂറിന് പോയി അതൊക്കെ ചെയ്യാമായിരുന്നു. അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ജാസിമിയോട് പറഞ്ഞു, ഞാനൊരു വലിയ മിഷൻ്റെ പുറകെ പോവുക. പരിശുദ്ധ അമ്മ എന്നെ വിളിച്ചിരിക്കുന്ന മിഷന് വേണ്ടി ഒരുങ്ങുവാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാടുണ്ടായി. അങ്ങനെ അമ്മ എൻ്റെ പഠന നിലവാരങ്ങൾ ഉയർത്തി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുന്നിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ കണ്ട വലിയ വലിയ ബിൽഡിങ്ങുകൾ പുസ്തകങ്ങളായി മാറിയത്. ഇതൊക്കെ അമ്മ എനിക്ക് പിന്നീട് കണക്ട് ചെയ്ത് തന്നു. അതുപോലെ ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് നോക്കിയാൽ നിനക്ക് ലോകത്തെ മുഴുവൻ കാണാം. ഐ എ കനേഡിയൻ സിറ്റിസൺ ആണ്. സോ എനിക്ക് കുറേ കൂടി അധികം ആക്സസിബിലിറ്റിയിലേക്ക്, ടെക്നിക്കലി ആയിട്ടും മറ്റുമൊക്കെ ആക്സസിബിലിറ്റിയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ നയിച്ചു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നീ തയ്യാറാണോ? അപ്പോൾ ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഈശോ തന്നതാണ്. ഈശോ തന്നതല്ലാതെ, പരിശുദ്ധ കുർബാന തന്നതല്ലാതെ, പരിശുദ്ധ ജപമാല തന്നതല്ലാതെ ഒന്നും എൻ്റെ അടുത്തില്ല. സോ ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു സേ യെസ് ടു ദ ലോർഡ്. സോ ഞാൻ ഈശോയ്ക്ക് യെസ് പറഞ്ഞു. ഞാൻ എൻ്റെ ബോസിനോട് ചെന്ന് പറഞ്ഞു, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഞാനൊരു കരിയർ ബ്രേക്ക് എടുക്കുവാണ്. അദ്ദേഹം വളരെ സങ്കടത്തോടെ എന്നോട് ചോദിച്ചു, ആർ യു ഷുവർ യു വാണ്ട് ടു ഡു ഇറ്റ് അറ്റ് ദ ഏജ് ഓഫ് 37 or 36 or something? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഉറപ്പാണ്. കാരണം അമ്മയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അമ്മ എനിക്ക് ഇത്രയും തന്നിട്ട് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ വേറെ ആരാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നൊരു ചിന്ത എന്നെ എല്ലാ കാലത്തും ഉള്ളിൽ വലിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ് ഫോർ ഷുവർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞാൻ റിലീവ് ചെയ്ത് ഞാൻ ഈ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത്. ഇത് ഇറങ്ങുമ്പോഴും എനിക്കറിയില്ല എന്ത് ചെയ്യുന്നു. പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് മിനിസ്ട്രി മാത്രമായിട്ടിരുന്നാൽ ഇതിന് വളരെ പരിമിതമായ രീതിയിലേ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുള്ളൂ. അതേസമയം മീഡിയയും ടെക്നോളജിയും വ്യക്തമായ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവുണ്ടായി. അങ്ങനെയാണ് അതിനോട് ബന്ധപ്പെട്ട രീതിയിലുള്ള മീഡിയ ടെക്നോളജി പാർട്ട്നേഴ്സിനെ കിട്ടി. 30-ലധികം രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം മീഡിയ പാർട്ട്നേഴ്സിനെ പലതരത്തിലും നമ്മൾ വോയിസ് ഓവർ ആർട്ടിസ്റ്റുകളായിട്ടും ഒക്കെ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഫുൾ ടൈമായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിയപ്പോഴാണ്. ഞാൻ ഏകദേശം 18 ഐ വർക്ക് ലൈക്ക് 15 or 16 hours. ഐ ഡോണ്ട് നോ ഹൗ മെനി hours, but I work
എവറി വേക്കിംഗ് അവേഴ്സ്. ഞാൻ കണ്ണ് തുറന്നിരിക്കുന്ന മണിക്കൂറുകൾ മുഴുവൻ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ദിവസവും 16 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നു. ഒരു ദിവസം പോലും ഇല്ല ഞാൻ അവധി എടുക്കുന്നത്, ഒരു ദിവസം പോലും ഇല്ല ഓഫ് എടുക്കുന്നത്. അത്ര ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് ഞാനിങ്ങനെ മരണാവശ്യത്തിന് വേണ്ടി വന്നതുകൊണ്ടുള്ളൊരു തടസ്സം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതർവൈസ് ഐ വർക്ക് എവറി സിംഗിൾ ഡേ. അത്രയും. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ജോലി ഉപേക്ഷിക്കുന്നു എന്ന കാര്യം ഭാര്യയോട് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, പാരൻസിനോട് പറഞ്ഞു, ഇങ്ങനൊരു ഇതിലേക്ക് പോവാണ്. എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? പേടിയാണ്. അവർക്ക് ഇന്നും പേടിയാണ്. കാരണം നിസ്സാരമായ ഒരു കടമല്ല എൻ്റെ മുമ്പിലുള്ളത്. കാരണം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ മീഡിയയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് നോട്ട് ഈസി ടു ഫണ്ടിങ് ഒന്നും കിട്ടുകയില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസർവ്സും എനിക്ക് ഞങ്ങൾ സമ്പാദിച്ചതല്ലാതെ, അല്ലെങ്കിൽ സമ്പാദിച്ചതെന്ന് പറയുന്നില്ല, തമ്പുരാൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് കിട്ടിയതല്ലാതെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അല്ലാതെ ഞങ്ങൾക്ക് വേറെ പാരമ്പര്യ സ്വത്തുക്കളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കിട്ടിയ റിസർവ്സൊക്കെയും ഞങ്ങൾ ചെറിയ ഇപ്പോൾ ക്യാമറ ആണെങ്കിലും 2 ക്യാമറ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ 3 ക്യാമറ മേടിക്കുമ്പോൾ 15 ലക്ഷം രൂപയായി. ക്യാമറയും എക്യുപ്മെൻറ്റും കാര്യം മേടിക്കുമ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളും മേടിച്ച് വരുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിൻ്റെ എല്ലാ റിസർവും ഡിപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ലോൺ എടുക്കാൻ തുടങ്ങി, വീട് മോഡ്ഗേജ് ചെയ്തു, റീമോഡ്ഗേജ് ചെയ്തു. സോ അങ്ങനെ കടങ്ങൾ പല വഴി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെല്ലാവരും പേടിക്കാൻ തുടങ്ങും. സിമി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ധൈര്യത്തോടെ ഇരിക്കുന്നുണ്ട്, നീ പേടിക്കണ്ട, ഇല്ല നീ ചെയ്തോളൂ, അല്ലെങ്കിൽ താൻ ചെയ്തോളൂ എന്നൊക്കെ അവൾ പറയുമെങ്കിൽ പോലും ഭയം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എന്തോ കാരണം കൊണ്ട് ഞാൻ വിശ്വസിക്കും, ആ കുട്ടിക്കുരങ്ങിൻ്റെ കഥ പോലെ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ അള്ളിപ്പിടിച്ചിരിക്കുവാണ്. അമ്മ എന്നെ നയിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിങ്ങിന് പോലും എനിക്കൊരു തുള്ളി മാർഗ്ഗമില്ല. മീൻസ് I have no money. Because we invested more than $1 million so far in this project. അപ്പോൾ അത്രയും ഒരു പ്രൊജക്റ്റിലേക്ക് ഇത്രയും വലിയൊരു ഫണ്ട് കൊണ്ടുവരുമ്പോൾ അത് ചലഞ്ചാണ്. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചെയ്യാനല്ല പരിശുദ്ധമ്മ എന്നെ വിളിച്ചത്, അമ്മ വലിയ ഗ്രാൻഡായിട്ട് ചെയ്യാനല്ലേ. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഗ്രാൻഡായിട്ട് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്തു വയ്ക്കാതെ നമ്മളൊരാളോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ച് ആപ്പ് ആക്ച്വലി റെഡിയായി, ഫൈനൽ വേർഷൻ ആപ്പ് റെഡിയായി. അന്ന് വൈകുന്നേരമാണ് സിമിയുടെ അപ്പച്ചൻ മരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഭാര്യയുടെ പിതാവ് അത് ഞങ്ങൾ അവിടെ നിന്ന് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരാനായിട്ട് ഇടയാവുന്നതും അതിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിയാണ് സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈശോ ഞാൻ എപ്പോഴും ചോദിക്കും, പരിശുദ്ധമ്മ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അമ്മ എന്നോട് പറയുന്നത്, ടെൽ ദ വേൾഡ് ഹൗ മച്ച് യു ലവ് മീ. നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു എന്ന് ലോകത്തോട് പറയുക. അപ്പോൾ അതിനൊരു വേദി സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാമറയുടെ മുന്നിലിരുന്ന് സംസാരിക്കാനോ പറയാനോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഒന്ന് പറഞ്ഞ രണ്ടാമതിന് കരയുന്ന ആളാണ്. അമ്മയെക്കുറിച്ചാകുമ്പോൾ ഇതിലും വലുതായിട്ട് കരയും. ഞാൻ കഴിയുന്നത്ര കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് ഇവിടെ. അപ്പോൾ എൻ്റെ ഉള്ളിലെ സ്നേഹം പങ്കുവയ്ക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ ഈ ഗുഡ്നസ് ടി വിയിൽ വന്ന ഈ ഒരു നിമിഷത്തെ കണക്കാക്കുന്നത്. ഈ സാൻഡോ കാത്തലിക് ആപ്പ് അല്ലേ, എന്താണ് നമ്മുടെ അതിനകത്ത് മലയാളി ക്രൈസ്തവർക്ക് വേണ്ടി ഉള്ളത്, എന്തൊക്കെയാണ് വിഷയം? അതായത് നമ്മളുടെ സീറോ മലബാർ ക്രമത്തിൻ്റെയും, കാരണം കാത്തലിക് ആപ്പുകൾ കുറച്ച് കൂടുതലുണ്ട്, പ്രാർത്ഥന മഞ്ജരി ഉണ്ട്, പ്രാർത്ഥനകളൊക്കെ വരുന്ന ജപമാല ടെക്സ്റ്റ് രൂപത്തിലുള്ള കുറേ ആപ്പുകളൊക്കെ ഓൾറെഡി നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ കാത്തലിക് ആപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സാൻഡോ കാത്തലിക് ആപ്പിൽ എന്താണ് കൂടുതലുള്ളത്? സാൻഡോ കാത്തലിക് ആപ്പിൽ സാധാരണ എല്ലാ ആപ്പിലും ഞാൻ കണ്ടിരിക്കുന്ന പല ആപ്പിലും ഒരു ഡിജിറ്റൽ ലൈബ്രറി പോലെ കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് കുറച്ചുകൂടി അത് അടിസ്ഥാനപരമായിട്ട് അതുണ്ട്. നമ്മൾ ഫോർമാറ്റ് രീതി പറയുവാണെങ്കിൽ വീഡിയോ ഫോർമാറ്റിലും ടെക്സ്റ്റ് ഫോർമാറ്റിലും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രയർ ബുക്ക് ഫോർമാറ്റിലും ഒരുക്കിയിരിക്കുന്ന ഒരു ആപ്പ് എന്ന രീതിയിലാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിർച്വൽ റോസറി കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ ആഴ്ചയിലെ ഒരു അപ്ഡേഷനോടുകൂടി അതുകൂടി ഞങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ജപമാല കയ്യിലില്ലാത്ത ഒരാൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു വിർച്വൽ റോസറിയുടെ അനുഭവത്തോടു കൂടി ജപമാലകൾ പങ്കുകൊള്ളാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസത്തെയും പ്രാർത്ഥന, ഓരോ ദിവസത്തെയും പ്രാർത്ഥന, ഇപ്പോൾ ഇന്നത്തെ തിരുവചന വായനയായിരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവ്യബലികളായിരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ വിശുദ്ധ കുർബാനയായിരിക്കാം, ഇതൊക്കെയും പങ്കുകൊള്ളാൻ സാധിക്കുന്ന, ഓൺലൈനിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുന്നു. ഇത് പിന്നെ ഒരു മീഡിയയിൽ മാത്രമല്ല, എല്ലാ മീഡിയ നെറ്റ്വർക്കുകളെയും സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു മിഷൻ ഒരുക്കുന്നത്. അപ്പോൾ പലയിടത്തു നിന്നുള്ള കണ്ടന്റുകൾ ഇവിടെ ഷെയർ ചെയ്യാനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. സോ ബേസിക്കലി നമുക്ക് യൂട്യൂബിലും മറ്റുമൊക്കെ പരസ്യങ്ങളോ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് വീഡിയോ മാത്രം അല്ലെങ്കിൽ യൂട്യൂബ് മാത്രം ഒരു ആശ്രയം ഇനി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ ഈ ആപ്പിൽ ഇപ്പോൾ ഞങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയും അപ്ഡേഷൻസ് വരുന്നുണ്ടാവും, പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ടാവും, വീഡിയോ പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ കുറേ അധികം രീതിയിൽ എലാബറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എത്രത്തോളം ഡൗൺലോഡ്സ് ആയിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം 24,000-ഓളം ആളുകൾ 136 രാജ്യങ്ങളിൽ നിന്ന് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 2 ആഴ്ച മുന്നേ നോക്കിയപ്പോൾ ഇത്
എന്താ വളരെ മിനിമം മാർക്കറ്റിംഗ് എന്നും പോലും പറയാൻ പറ്റാത്തത്രയും മാർക്കറ്റിംഗ് ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ റിസോഴ്സസിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട്. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ക്വാളിറ്റിയിൽ ഒരു തരത്തിലും കുറവ് വരാതിരിക്കാനാണ് ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് പല വേർഷൻ ഓഫ് ദ ആപ്പ് ഞങ്ങൾ റിലീസ് ചെയ്തു. ആദ്യത്തെ ഇത് ഈ 24,000 ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് പുതിയ ആപ്പല്ല, പുതിയ വേർഷൻ ഓഫ് ദ ആപ്പല്ല, പഴയ ആപ്പാണ്. പഴയ ആപ്പ് ഞങ്ങളുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി വന്ന് ഉപയോഗിക്കുന്നതാണ് കൂടുതലും. പുതിയ ആപ്പ് എല്ലാവരോടും പറയാനുള്ളൊരു സമയമായി ആയത് ഇപ്പോഴാണ്, അതായി വരണേ ഉള്ളൂ. സാൻഡോ കാത്തലിക് ആപ്പ് ഏകദേശം റെഡി ആയിട്ട് ഇനിയിപ്പോൾ സാൻഡോ കിഡ്സ് ആപ്പും കൂടി നിങ്ങളുടെ പ്രൊജക്റ്റിലുള്ളതാണ്. കുട്ടികൾക്ക് വേദപാഠം എല്ലാം കൂടിയാണ് അത് ഉദ്ദേശിക്കുന്നത് അല്ലേ? അത് ഏകദേശം അതിൻ്റെ വർക്കുകൾ എന്തോരായി? ഞങ്ങൾ സാൻഡോ പ്രയർ ആപ്പ് ആക്ച്വലി ഇപ്പോൾ എന്നെയോ ഡിജോയെ പോലെയുള്ള നമ്മളെല്ലാവർക്കും തന്നെ പ്രാർത്ഥനകളൊക്കെ അത്യാവശ്യം അറിയാവുന്നവരാണ്. അപ്പോൾ അത് എല്ലാവരും ഇത് നമ്മളുടെ മലയാളത്തിൽ മാത്രമല്ലേ, ഒരുപാട് ഭാഷകളിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഒരു വഴി കൂടി നടക്കുന്നുണ്ട്. സാൻഡോ കാത്തലിക് ആപ്പിനെ കൂടുതൽ വിപുലീകരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമം തുടരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാൻഡോ കിഡ്സ് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ചാണ്. അത് 2025 കൂടി റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഡെമോയും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ ബന്ധപ്പെട്ട കെരികസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല അതോറിറ്റീസിനെയും ഇതിൻ്റെ രൂപരേഖകൾ ഞങ്ങൾ കൈമാറുന്നുണ്ട്, പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം തിരുസഭയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് സാൻഡോ മിഷനെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി എന്ന രീതിയിലാവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തിരുസഭയോടൊപ്പം ചേർന്ന് വെച്ച് മരിക്കുമ്പോൾ തിരുസഭയ്ക്കൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദപാഠത്തിന് സഹായകരമാകുന്ന പ്രോഗ്രാമുകൾ ഇപ്പോൾ ജനറിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ, ഇപ്പോൾ ഈശോയുടെ ജനനം മുതലുള്ള അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പല പല കഥകളും കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ 3D ആനിമേഷനിലൂടെ കൊണ്ടുവരാനൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് പറ്റുന്ന രീതിയിലുള്ള ആനിമേറ്റേഴ്സും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഉൾപ്പെടുത്തി അത് ഒരു തൊഴിൽ മേഖലയായി കൂടി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു കൂട്ടം ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ദൗത്യമായിട്ടാണ് ഞാൻ സാൻഡോ മിഷനെ കാണുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. കാരണം ഞാൻ അവിടുത്തെ CRIക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കനേഡിയൻ റവന്യൂ ഏജൻസിക്ക് വേണ്ടിയിട്ടോ കനേഡിയൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടോ വർക്ക് ചെയ്ത് 20 വർഷം കഴിയുമ്പോൾ റിട്ടയർ ആവുന്നതിനേക്കാൾ നല്ലത് എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 40 വയസ്സാണ്, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വരും തലമുറ ഈശോയിലേക്ക് അടുപ്പിച്ച് വയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇതിലേക്ക് എന്നെ നയിച്ചതൊരു ചിന്തയാണ്, അതുകൂടി ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെ 17 വയസ്സിൻ്റെ സമയത്ത് ജീസസ് ആയിരുന്ന സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ ഒരുപാട് കുട്ടികളെ ഒരു ബ്രദർ ഇങ്ങനെ ധ്യാനിപ്പിച്ചു. 5 ദിവസത്തെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ആ കുട്ടികളോട് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങളെല്ലാവരും ഈശോയെക്കുറിച്ച് കേട്ടു, ഈശോ പറഞ്ഞ നന്മയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു, അല്ലെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ചു, ഇതൊക്കെ നിങ്ങൾ കേട്ടു. ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ എത്ര പേര് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്? അപ്പോൾ ഓരോരുത്തരായിട്ട് കൈ ഉയർത്താൻ തുടങ്ങി. അപ്പോൾ അതിൽ ഈ ബ്രദർ ചോദിച്ചു, ഒരു കൊച്ചു മാത്രം മുമ്പിൽ ഇരുന്നിട്ട് കൈ പൊക്കിയില്ല. അപ്പോൾ അവളോട് ചോദിച്ചു, മോളെ നീ എന്താണ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറല്ലേ? ഈശോ നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ? എന്നിട്ട് എന്താ നീ ഈശോയ്ക്ക് വേണ്ടി മരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞു കുട്ടി, ഒരു 10 വയസ്സുകാരത്തി എങ്ങാനും ആയിരിക്കും, അവൾ പറഞ്ഞൊരു മറുപടി ഇതായിരുന്നു, ഞങ്ങൾ ഏകദേശം ഒരു 60-70 പേരുണ്ട് ബ്രദർ ഇവിടെ, ഞങ്ങളെല്ലാവരും ഈശോയെക്കുറിച്ച് കേട്ടു, ഈശോയുടെ സ്നേഹത്തെയും സഹനത്തെയും കുറിച്ചൊക്കെ കേട്ടു. ഇനി നാളെ ഞങ്ങളെല്ലാവരും കൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരിച്ചു പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഈശോയ്ക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ, മറ്റന്നാൾ ഒരാൾ വന്ന് ചോദിച്ചാൽ ഈശോയെക്കുറിച്ച് പറയാൻ ഒരാൾ ജീവിച്ചിരിക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറല്ല, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പലതരം കഴിവുകളുള്ള യുവതിയുവാക്കളെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് പുതിയ തലമുറയിലേക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വിർച്വൽ റിയാലിറ്റി അടക്കം സംവിധാനങ്ങൾ ഒരുക്കാനാണ് സാൻഡോ മിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സാൻഡോ ഒരു AI ക്യാരക്ടർ കൂടിയായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ചിന്തകളുണ്ട്. അത് ഒരുപക്ഷെ വരുന്ന ആളുകളിൽ കൂടുതൽ വിശേഷങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനായിട്ട് ഒരുപക്ഷെ ഗുഡ്നസ്സിലൂടെ തന്നെ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജപമാല യജ്ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല ഭാഷക്കാരായ ആളുകൾ, ഇവരെല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പല അധികാരികളോട് നമ്മളിതിൻ്റെ രൂപരേഖകൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. 2025 റിലീസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഹാലോ ആപ്പ് അല്ലേ, ആഗോള തലത്തിലൊക്കെ ക്രൈസ്തവർ ഒരുപാട് ഉള്ള ആപ്പാണ്. അതുപോലെ മലയാളികൾക്കും ഒക്കെ കൂടി ഒരു വലിയൊരു ആപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു സുവിശേഷം അറിയാനും അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് ജപമാല എത്തിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം പരിശുദ്ധ അമ്മ അന്ന് 7 വയസ്സുകാരൻ ഒരു മാതാവിനോട് പ്രാർത്ഥിച്ചു, അന്ന് കൈപിടിച്ച മാതാവ് ഇന്നും കൂടെ നടക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. നന്ദി.